കൂട്ടുകാരെ, കാലചക്രങ്ങൾ മാറി മറിഞ്ഞാലും സൂര്യൻ ഇരുണ്ടുപോയാലും ചന്ദ്രൻ പ്രകാശം തരാതിരുന്നാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ അനശ്വര സ്നേഹത്തെക്കുറിച്ച്, അനന്ത കാരുണ്യത്തെക്കുറിച്ച് നമ്മളെ പാടിക്കേൾപ്പിക്കുവാനായി കുറെ കൊച്ചു കൂട്ടുകാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവരോടൊപ്പം ഞാനും നിങ്ങൾ ഓരോരുത്തരെയും ടെൻഡർ റൈംസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഗീതം കുളിർ മഴയാണ്. നമ്മളെ സംഗീതത്തിലൂടെ സന്തോഷിപ്പിക്കുവാൻ, സ്നേഹിക്കുവാൻ ആദ്യമായി എത്തുന്നു മെൽബി തോമസ്. ഹായ് മെൽബി. ഹലോ. മെൽബിക്ക് സുഖമാണോ? അതെ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ഹാപ്പിയാണ്. മെൽബിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടന്മാർ. മെൽബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? പപ്പായും മമ്മിയും ടീച്ചേഴ്സ്. പപ്പായും മമ്മിയും ആരെങ്കിലും പാട്ട് പാടുമോ? പപ്പ പാടും. അപ്പം മെൽബിനെ ഏറ്റവും എൻകറേജ് ചെയ്യുന്ന ടീച്ചേഴ്സിനും പപ്പായ്ക്കും മമ്മിക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ നന്നായിട്ട് പാടാൻ മെൽബിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ. അടുത്തതായി എത്തുന്നത് നമ്മുടെ സ്നേഹ ആൻഡ് ഷൈൻ ആണ്. സ്നേഹക്കുട്ടി, നമസ്കാരം. സ്നേഹക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേച്ചിയും. ഞങ്ങളുടെ നാട്ടിലെ എനിക്കൊരു വാവച്ചിയുണ്ട്. ആ വാവച്ചിയുടെ അതേ ഷേപ്പാണ് സ്നേഹയ്ക്ക്. അപ്പോൾ ഞാൻ വാവച്ചിന്ന് വിളിക്കട്ടെ? വിളിച്ചോട്ടെ? അപ്പോൾ വാവച്ചിയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരെന്നാ? അച്ഛൻ്റെ പേര് ഷൈനി, അമ്മയുടെ പേര് മഞ്ജു. മഞ്ജു. അവർ പാട്ട് പാടുമോ? അമ്മ പാട്ട് പാടും. വാവച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ ഭർത്താനം. ഭർത്താനം. വാവച്ചിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? എൻ്റെ അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും. അപ്പം നന്നായിട്ട് പാടാൻ പറ്റുമോ? വാവച്ചിക്ക് എന്നാ തോന്നേ? ഉറപ്പാണോ? നന്നായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. അടുത്തയാളെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അഞ്ജലിക്കുട്ടി. ഹായ് അഞ്ജലി. ഹായ്. അഞ്ജലി ഏത് ഇടവകയെന്നാ വരുന്നേ? മാൻവട്ടം. മാൻവട്ടം. ആ ഇടവകയിലെ വികാരിയച്ഛൻ്റെ പേരെന്നാ? ഫാദർ പോൾ മടത്തിക്കുന്നേൽ. അച്ഛൻ നല്ല സപ്പോർട്ടാണ് അഞ്ജലിക്ക്. അതെ. പള്ളിക്കൊയറിലൊക്കെ അഞ്ജലി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അഞ്ജലിക്ക് നന്നായിട്ട് പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ? വാസുദേവൻ നമ്പൂതിരി സാറ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് പാടുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത മാലാക കുട്ടിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അത് ജിയ ഷീനാണ്. ഹായ് ജിയ. ഹായ്. ജിയനെ കണ്ടിട്ട് ഇച്ചിരി ടെൻഷനൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ. ടെൻഷനുണ്ടോ? ഇച്ചിരി. അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കൂളായിട്ട് ഇരുന്നോ കേട്ടോ. അപ്പോൾ ജിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പ, അമ്മ, ചേട്ടായി. ചേട്ടായി. ജിയയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഫ്രണ്ട്സാ അല്ലേ? നമ്മൾ എല്ലാവരോടും കൂട്ടുവിടും. അപ്പോൾ ഈശോ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ആണ്. അപ്പോൾ ജിയക്ക് ഈ വേദിയിൽ നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുക കേട്ടോ. നമ്മുടെ കുരുന്നു മാലാഖന്മാർ നമുക്ക് വേണ്ടി പാട്ട് പാടാൻ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് പാടാൻ മെൽബിയെ നമുക്ക് ക്ഷണിക്കാം. മെൽബി ഇന്ന് ഏത് പാട്ട് പാടാനാ പോകുന്നേ? ആത്മാവിൻ ആഴങ്ങളിൽ. ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? പപ്പ പഠിപ്പിച്ചു. ഈ പാട്ട് സെലക്ട് ചെയ്തതൊന്നും പപ്പായാണോ? അതെ. ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഈശോയെ കണ്ടെത്തുവാനും പ്രഘോഷിക്കുവാനുമൊക്കെ നമ്മളോട് മെൽബി തൻ്റെ പാട്ടിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് അവനെ കേൾക്കാം.
പാട്ട് പാടാൻ നമുക്ക് സ്നേഹയെ ക്ഷണിക്കാം. വാവച്ചി ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാൻ വാൽമാലാഖം എന്നൊരു പാട്ടാണ് പാടുന്നത്. ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. ഇവിടെ ഈശോയ്ക്ക് വാവച്ചി മംഗളങ്ങൾ നേടുകയായി.
നല്ല പാട്ടുകൾ പാടി മാലാഖമാർ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അടുത്ത ഗാനം ആലപിക്കാനായി അഞ്ജലിയെ ക്ഷണിക്കുന്നു. അഞ്ജലി മോളെ, ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? കരുണോദരൻ അൾത്താരയിൽ. നല്ലൊരു പാട്ടാ സെലക്ട് ചെയ്തേക്കുന്നേ. അത് ആരാ സെലക്ട് ചെയ്തന്നേ? അമ്മ. എല്ലാ പ്രയാസങ്ങളിലും വേദനകളിലും ആശ്വാസമായ ഈശോയോട് നമുക്ക് ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിക്കാം. മോഹങ്ങൾ തീ തെളിച്ചു
സന്തോഷമാണ് സംഗീതം. സംഗീതത്തിലൂടെ ഈശോയെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ. അടുത്ത പാട്ട് പാടുവാനായി ജിയയെ ക്ഷണിക്കുന്നു. മോളിന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഒന്നൊരിയാടാതെ. നല്ലൊരു പാട്ടാണല്ലോ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റുമോ? നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ മോൾക്ക് നന്നായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ അലയടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ഈശോയെ കണ്ടെത്തുവാനും അനുഭവിക്കുവാനും ഈ പാട്ട് വഴി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയോ നാളുകൾ കാത്തിരുന്നു
പോയല്ലോ യേശുനാഥ. എത്രയോ നാളുകൾ കാത്തിരുന്നു ഞാൻ നിൻ വസ്ത്രാഞ്ചലത്തിൽ ഒന്നു തൊടാൻ, ഒന്നു തൊടാൻ, ഒന്നു തൊടാൻ. ഒന്നുരിയാടാതെ ഒന്നും ചൊല്ലാതെ നീ അങ്ങു പോയല്ലോ യേശുനാഥ. പ്രതീക്ഷകളുടെ നല്ലൊരു ദിനം കടന്നു പോവുകയായി. സ്വപ്നങ്ങളുടെ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദിസ് ഈസ് ശാലിനി ഡെനീസ് സൈനിങ് ഔട്ട്.